നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. നമ്മുടെ അടുത്ത എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മൾ കോമൺ ആയിട്ട് OPDയിൽ പെർഫോം ചെയ്യുന്ന പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് വീഡിയോകൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇയർ ലോബ് റിപ്പയർ. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ കമ്മൽ ഉപയോഗിക്കാത്തവർ വളരെ കുറവാണ്. അപ്പോൾ ലേഡീസിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് ഇയർ ലോബ് ടയർ എന്ന് പറയും. അതായത് നമ്മൾ കമ്മൽ കാത് കുത്തി കമ്മലിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം കമ്മലിടുന്ന ആ ഹോള് വലുതാകുകയും അവർക്ക് ഈ പറഞ്ഞ പോലെ ഓർണമെൻറ്റ്സ് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നൊരു സാഹചര്യം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾക്കത് റിപ്പയർ ചെയ്യാം. അതായത് ആ ഇയർ ലോബിൻ്റെ അകത്തുള്ള ഹോള് നമുക്കത് വൈഡാക്കി അത് ഫ്രഷൻ ചെയ്തിട്ട് നമുക്കത് സൂച്ചർ ചെയ്യാൻ പറ്റുന്നത്, അതായത് തുന്നിക്കെട്ടാൻ പറ്റുന്നതായിരിക്കും. അത് തുന്നിക്കെട്ടി കഴിഞ്ഞാലും നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് അതിന് ശേഷം കമ്മൽ ഉപയോഗിക്കുമ്പോൾ ഭാരം കൂടിയ കമ്മൽ ഉപയോഗിക്കാതിരിക്കാൻ നമ്മൾ നിർദ്ദേശിക്കുന്നതാണ്. കാരണം നമ്മൾ എത്ര നന്നായിട്ടത് സ്റ്റിച്ച് ചെയ്താലും സൂച്ചർ ചെയ്താലും ആ ഒരു സ്കാർ അല്ലെങ്കിൽ ആ ക്ലോസ് ചെയ്തേക്കുന്ന ആ ഒരു ഏരിയയ്ക്ക് ഒരിക്കലും നോർമൽ ഒരു സ്ട്രെങ്ത്ത് കാണില്ല. അപ്പോൾ പിന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഇയർ സ്റ്റഡ്സ് യൂസ് ചെയ്യാൻ നമ്മൾ ജനറലി അഡ്വൈസ് ചെയ്യുന്നതാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന വേറൊരു ട്രെൻഡെന്ന് വെച്ചാൽ ബ്യൂട്ടി പാർലേഴ്സിൽ ഈ പറഞ്ഞ പോലെ ഈ ഇയർ ലോബ് റിപ്പയറുകൾ ചെയ്യുന്നൊരു കണ്ടീഷനാണ്. അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പലപ്പോഴും ഒരു ഗ്ലൂ പോലുള്ളൊരു മെറ്റീരിയൽ വെച്ചാണ് അവർ ജസ്റ്റ് ആ ഹോള് അടയ്ക്കുന്നത്. അത് നമ്മൾ എന്തെങ്കിലും ഒരു റോ ഏരിയ, അതായത് ഒരു മുറിവുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ടിഷ്യൂ ഗ്ലൂ പോലുള്ള മെറ്റീരിയൽസ് നമ്മൾ ഒരു റോ ഏരിയയുടെ പുറത്ത് ഇടാൻ പാടുള്ളതല്ല. കാരണം അത് ആ ഏരിയ മൊത്തം ഡാമേജ് ചെയ്യുകയും അവിടുത്തെ സ്കിൻ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമ്മൾ തേടാൻ. കാരണം ഇതൊരു ഫുൾ പ്രൂഫ് ട്രീറ്റ്മെൻ്റ് അല്ല ടിഷ്യൂ ഗ്ലൂ അല്ലെങ്കിൽ ഒട്ടിക്കുന്ന പരിപാടി എന്നൊക്കെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റിൽ കാണുന്ന പോലെ. അതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം ഈ പറഞ്ഞ പോലെ ഇയർ ലോബ് റിപ്പയർ ആണ്. അത് നമ്മൾ ഫ്രഷ് ആക്കിയിട്ട് ആ ചുറ്റുമുള്ള ആ ഹോളിന് ചുറ്റുമുള്ള സ്കിൻ എടുത്ത് കളഞ്ഞിട്ട് നമ്മളത് സൂച്ചർ ചെയ്ത് അത് ഹീൽ ചെയ്യാൻ വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. താങ്ക് യു.